ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഒനിലിന്റെ മമ്മിയുടെ ചുറ്റും എല്ലാവരും ഇരിക്കുവാണ്. അപ്പുറത്ത് ലക്ഷ്മിയുടെ അമ്മ ഇരിപ്പുണ്ട്. ഒട്ടുമിക്ക എല്ലാവരും അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് ഒനിലിന്റെ മമ്മി ഇങ്ങനെ പറയുന്നുണ്ട്, ഒനിലിന്റെ ഡാഡ ഫോണിൽ മിണ്ടുമ്പോ നമസ്കാരം പറയുന്ന ആളായിരുന്നു, ഇപ്പൊ സുപ്രഭാതമാണ് പറയുന്നതെന്നോ അങ്ങനെ എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട്. എക്സൈറ്റ്മെന്റ് കാരണം പലതും ഇങ്ങനെ പറയുന്നതാണെന്ന് തോന്നുന്നു. വാതോരാതെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അനീഷിനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഏറ്റവും അധികം ചേഞ്ച് ആയിട്ടുള്ളത് അനീഷാണ്. ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് വീക്കിലൊക്കെ ഉണ്ടായിരുന്ന ആളെ അല്ല ഇപ്പൊ. അതിന്റെ ക്രെഡിറ്റ് ഗോസ് ടു ഷാനവാസിനാണ് അതിന്റെ ക്രെഡിറ്റ് മൊത്തം. കുറെയൊക്കെ ആദിലേക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. അനീഷിനെ ഇങ്ങനെ മാറ്റിയെടുത്തത് ഇവർ രണ്ടുപേരും കൂടിയാണ്. ഇത് കോംബോ ആണെന്നും പറയുന്നുണ്ട്. നിങ്ങളെ കോംബോ ആയിട്ടാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ള രീതിയിൽ അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത് അനീഷ് അവിടെ ഇരുന്നത് കേട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അനീഷ് ഒരു ചെറുപുഞ്ചിരിയോടെ കേട്ടിരിക്കുന്നുണ്ട്. ഷാനവാസും ഇതൊരു ചെറുപുഞ്ചിരിയോടെ കേട്ടിരിക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഓഫ്കോഴ്സ് സന്തോഷമായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. കാരണം പ്രേക്ഷക ശ്രദ്ധ നേടുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഷോയിൽ വന്നിട്ട് പ്രേക്ഷകർ ഒരു പിന്തുണ നേടിയെടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഇവരിങ്ങനെ പറയുമ്പോൾ ഓഫ്കോഴ്സ് അവർക്ക് സന്തോഷമായിരിക്കും. ഇനി അത് ഇമ്പ്രൂവ് ചെയ്ത് ഇനിയും കോണ്ടന്റുകൾ പുറത്തേക്ക് കൊടുക്കാനേ അവർ ശ്രമിക്കത്തുള്ളൂ. അപ്പൊ അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അങ്ങനെ ശ്രമിക്കത്തുള്ളൂ. ആദിലെ ഇത് കേട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആദിലെയും ഇത് കോംബോ പിടിക്കാനായിട്ടുള്ള ശ്രമങ്ങളായിരിക്കും ഇനി വരും ദിവസങ്ങൾ നമ്മൾ കാണാനായിട്ട് പോകുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പുറത്തുനിന്ന് ആളുകൾ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഓഫ്കോഴ്സ് സന്തോഷമായിരിക്കും. അതങ്ങനെ തന്നെ വരുവുള്ളൂ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.